രേണു എന്നുള്ള പേര് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ ജിബു ചാച്ചൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബ്രദർ. എനിക്ക് സ്വന്തമായിട്ട് ബ്രദറൊന്നും ഇല്ല. എൻ്റെ ചേച്ചി ഞാനും മാത്രമേ, എമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, എമ്മയും ചേച്ചി. പക്ഷെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ നമുക്ക് എല്ലാവർക്കും കസിൻസിൻ്റെ അടുത്ത് ചില ഇഷ്ടങ്ങളില്ലേ, അതായത് എല്ലാവരോടും ഒരു ഇഷ്ടമാണല്ലോ. അല്ല, എനിക്ക് എൻ്റെ അച്ചാച്ചൻ, എൻ്റെ ജിവച്ചാച്ചൻ തന്നെ എൻ്റെ സ്വന്തം ആങ്ങള, എൻ്റെ ചങ്ക് ബ്രദർ. അച്ചാച്ചനോട് എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഉള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് എനിക്ക് ഇപ്പോഴും എപ്പോൾ കണ്ടാലും ആ ഒരു ഇഷ്ടമാണ്. അച്ചാച്ചൻ എന്ന് വെച്ചാൽ ജീവനാണ് എനിക്ക്. അപ്പം അച്ചാച്ചനിട്ട പേരാണ് രേണു എന്നൊരു പേര്. ആ പേരിലാണ് ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നതും. അപ്പം വെറുതെ ഇരുത്തത്തില്ല നമ്മൾ 1ാം ക്ലാസ്സിൽ. അന്ന് അങ്ങനെ രേണു എന്നുള്ള പേരിൽ എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അന്നത്തെ HM ക്ഷേമ മിസ് എന്ന് പറയുന്നത്. മിസ്സാണ് പറഞ്ഞത് 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ 6ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ നമുക്ക് പേര് എഴുതണം. 1ാം ക്ലാസ്സിൽ 5ാം വയസ്സിൽ വെറുതെ ഇരുന്നു രേണു എന്നുള്ള പേരിൽ, രേണു പി തങ്കച്ചൻ. 6ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർത്തപ്പോൾ നമുക്ക് ഇവിടെ രേഷ്മ എന്നിട്ടാലോ. അന്ന് ഞാൻ കുഞ്ഞല്ലേ, വേണ്ട എനിക്ക് രേണു തന്നെ മതി എന്ന് പറയാനുള്ള പ്രായമില്ലല്ലോടാ. രേഷ്മ എന്നൊരു പേര് ടീച്ചർ ഇട്ട പേരാണ്. ആ രേഷ്മ പി തങ്കച്ചൻ ഏത് ഒഫീഷ്യൽ ടൈമിൽ ക്ലാസ് ചേർക്കുമ്പോൾ രേഷ്മ പി തങ്കച്ചൻ, അങ്ങനെ വന്ന് രേഷ്മ പി തങ്കച്ചനെ. പക്ഷെ പുറമെ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും രേണു എന്നുള്ള പേരാണ് പണ്ട് തൊട്ടേ അറിയുന്നത്. ക്ലാസ്സിലുള്ള പിള്ളേർ പോലും രേണു എന്നാണ് വിളിക്കുന്നത്. വല്ലപ്പോഴും രേഷ്മ എന്ന് പോലെ ആരും വിളിക്കുന്നത്, രേഷ്മ എന്ന് ഇഷ്ടമില്ല. അങ്ങനെ വന്നപ്പോഴാണ് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്. അപ്പൊ ചോദിച്ചാൽ ഇതാരെ വൗട്ടെ രേഷ്മ, അന്നാണ് എൻ്റെ ID കാർഡ് വരെ കാണുന്നത്. ഞാനായിട്ടാ ഇങ്ങനൊരു പേര് നിനക്കുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ആവട്ടെ, നിനക്ക് രേണു എന്നുള്ള പേര് പോരേടാ. ഞാൻ പറഞ്ഞു അല്ലേലും എനിക്ക് ഇഷ്ടമില്ല ഏട്ടാ രേഷ്മ എന്നുള്ള ഗീഷ്മ വേണ്ട ഏട്ടാ, അത് വേണ്ട. അപ്പൊ പറഞ്ഞു നമുക്ക് രേണു എന്നുള്ള പേര്, പിന്നെ ഒപ്പിടണമെങ്കിൽ രേഷ്മ എന്നല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ്. അല്ലാതെ ഈ പറയുന്ന രേഷ്മ പിത്തങ്കച്ച എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. എന്തിനാ രേഷ്മ പിത്തങ്കച്ച എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? അഭിമാനത്തോടു കൂടി പറയാണ് രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് രേണു സുധി.